പറയട്ടെ, മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. എല്ലാ രാത്രികളിലും സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റിട്ട് ആ ചെറുപ്പക്കാരൻ പൊട്ടി 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 കരയുകയാണ്. എന്തിനാ കരയുന്നത്? സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരൻ ഗൾഫിൽ 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിരുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ ആ ചെറുപ്പക്കാരന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി പെട്ടെന്ന് അല്ലാഹു അങ്ങ് തിരിച്ചെടുത്ത് കളഞ്ഞു. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ ആ കമ്പനി പറഞ്ഞു, മോനെ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. എന്നിട്ട് സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റിട്ട് പൊട്ടി 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 കരയാൻ, അല്ലാഹ് എനിക്ക് കണ്ണിന്റെ കാഴ്ച ശക്തി ഒന്ന് തിരിച്ചു തരണേ അല്ലാഹ്. എന്തിനാണ്? കല്യാണം കഴിക്കാനാണോ? അല്ല. എവിടെയെങ്കിലും ടൂർ പോകാനാണോ? അല്ല. സുബ്ഹാനല്ലാഹ്, IPL-ന്റെ കാലമല്ലേ, കളികൾ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ചില ഉമ്മമാര് വിളിച്ച് വേദന പറയാണ്, ഉസ്താദേ ഇത്രയും ദിവസങ്ങൾ എന്റെ മകൻ എനിക്ക് മൊബൈല് മദനീയം കാണാൻ തന്നിരുന്നു, പക്ഷേ IPL തുടങ്ങിയത് കൊണ്ട് എന്റെ മകൻ എനിക്ക് മൊബൈല് തരുന്നില്ല, മദനീയം കേൾക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. എന്തൊരു വല്ലാത്ത ദുരന്തമാണല്ലേ IPL-ന്റെ കളി. ഈ റമദാൻ മുഴുവനും അങ്ങനെ അങ്ങ് തീർത്തു കളയുമല്ലോ ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാർ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സ് വേദനിച്ചു പോവുകയാണ്. ഓ ചെറുപ്പക്കാരാ, നിനക്ക് ആ IPL കാണാനുള്ള കണ്ണ് തന്നത് നിന്റെ റബ്ബാണ് കേട്ടോ. ആ റബ്ബെങ്ങാനും ആ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചെടുത്തു കളഞ്ഞാൽ നിനക്കൊരിക്കലും പിന്നത് കാണാൻ കഴിയൂല. നഊദു ബില്ലാഹ്, ഈ ചെറുപ്പക്കാരന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അതേ നഷ്ടപ്പെട്ടു പോയി. പിന്നെ കരയാണ്, ഒന്ന് കണ്ണിന്റെ കാഴ്ച ശക്തി നീ തിരിച്ചു തരണേ അല്ലാഹ്. എന്തിനാണ്? ഉമ്മയെ കാണാനാണോ? IPL കാണാനാണോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂർ പോകാനാണോ? പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ കണ്ട് ആസ്വദിക്കാനാണോ? അല്ല അല്ല. ഈ ചെറുപ്പക്കാരന്റെ വേദന, അല്ലാഹുവേ എനിക്കെങ്ങാനും കണ്ണിന്റെ കാഴ്ച ശക്തി നീ തിരിച്ചു തന്നിരുന്നെങ്കിൽ അല്ലാഹ് നിന്റെ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നോക്കി ഓതാൻ ഈ 25 വയസ്സിന്റെ ഇടയിൽ എനിക്ക് അവസരം ലഭിച്ചിരുന്നില്ല അല്ലാഹ്. ഞാനതിനെ ഗൗനിച്ചിരുന്നില്ല അല്ലാഹ്. എനിക്ക് സമയങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയം ഞാൻ ചെലവഴിച്ചില്ല. അതുകൊണ്ട് നീ എനിക്കൊന്ന് കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു തന്നാൽ ആ കണ്ണുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഞാനൊന്ന് നോക്കി ഓതട്ടെ അല്ലാഹ്. ഈ സദസ്സിലും എന്റെ പരിപാടി ശ്രവിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരാ, ഓ പെങ്ങളെ, ഓ പൊന്നുമോളെ, എന്റെ മദനീയം പരിപാടി കേൾക്കുന്ന ഓ നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു തന്ന കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധ കലാമാകുന്ന ഖുർആൻ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ, അതേ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ അല്ലാഹു തന്ന കണ്ണുകൊണ്ട് നിനക്ക് നോക്കി ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നെക്കാളും വലിയ ഹതഭാഗ്യനാരാണ്, നഷ്ടക്കാരനാരാണ്? അതുകൊണ്ട് പറയട്ടെ
ചെറുപ്പക്കാരാ, ഓ പെങ്ങളെ, ഈ വിശുദ്ധ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് ആ വിശുദ്ധ ഖുർആൻ ഒന്ന് കയ്യിലെടുത്ത് എന്റെ കണ്ണുകൊണ്ട് ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ വളരെ വൃത്തിയായി ഞാനൊരു ഖത്മെങ്കിലും ഈ സദസ്സിൽ വെച്ച് തീരുമാനമെടുത്തോ, ഓതി പൂർത്തിയാക്കുമല്ലാ എന്ന് തീരുമാനമെടുത്തുകൊണ്ടാവണം ഈ സദസ്സിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്.